കേരള കർണാടക വന അതിർത്തിയിൽ കൊടും കാടിനുള്ളിൽ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം. കുണ്ടറ മക്കാം എന്നറിയപ്പെടുന്ന ഈ ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് നടക്കുന്ന ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസികൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാൽനടയായിട്ട് വേണം പുഴകളും കാടുകളും താണ്ടി കൊടും വനത്തുള്ളിലെത്താൻ. അവിടെയാണ് ദർഗ ഷരീഫ് ഉള്ളത്. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ. ലഭ്യമാണ്. കയ്യുന്ന വഴിയിൽ കൊടും വനമാണ്, ചൂടിന്റെ കാഠിന്യമാണ്, കുടിവെള്ളത്തിന് പ്രയാസം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് കൈവിന്റെ പരമാവധി പള്ളിയുടെ മുൻവശത്ത് നിന്നാണ് കുടിവെള്ളത്തിന് പ്രയാസം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് നിർബന്ധമായും കൈവിന്റെ പരമാവധി പള്ളിയുടെ മുൻവശത്തിൽ നിന്നും കുടിവെള്ളം വാങ്ങി എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. നല്ല വെയിലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കുടിവെള്ളം കരുതേണ്ടതുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയിലൊന്നും കുടിവെള്ളം വാങ്ങാനുള്ള ഒരു സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് കുടിവെള്ളം വാങ്ങി അതിനുശേഷം നമ്മൾ ഈ ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു വണ്ടിയിൽ വേണം ഒരു കബനി നദി എന്ന് പറയുന്ന ആ ഒരു പുഴയുടെ ആ സൈഡ് വരെ പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 2-3 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടിയിൽ പോകാനുള്ള അവസരമുള്ളത്. അവിടുന്ന് അങ്ങോട്ട് 3-3.5-4 കിലോമീറ്ററോളം കാൽനടയായിട്ട് വേണം പിന്നീട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ആ വണ്ടി പോകുന്ന ആ സ്ഥലം വരെ ഇവർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വണ്ടികളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ക്യൂ സിസ്റ്റം പാലിച്ചുകൊണ്ട് ഈ ഒരു വാഹനത്തിൽ കയറി ആ പുഴ വരെ പോവുകയാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടി ബാവലി മൈസൂർ റോഡിൽ കേരള കർണാടക അതിർത്തിയോട് ചേർന്നിട്ടുള്ള ബൈരക്കുപ്പ എന്ന് പറയുന്ന പഞ്ചായത്തിലെ മച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വനമാണ് ഈ ഗുണ്ടറ എന്നറിയപ്പെടുന്ന ഈ ഒരു വനം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടത്തം ആരംഭിച്ചു. ഇനി ഒരു വലിയ പുഴ കടന്ന് വേണം വീണ്ടും ഒരുപാട് നടന്നുകൊണ്ട് അവിടെ എത്താൻ. ഈ ഒരു പുഴയാണ് കബനി നദി എന്നറിയപ്പെടുന്നത്. ഇത് വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് ബാവലി കർണാടക വഴി ബീച്ചനഹള്ളി ഡാമിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയ പുഴയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയത്ത് നല്ല ചൂടും വെയിലും ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ മറുകര എത്താം. അല്ലാത്ത പക്ഷം കൂടുതൽ വെള്ളമുള്ള സമയത്ത് ചങ്ങാടത്തിലും അതേപോലെ കൊട്ടത്തോണിയിലൊക്കെയാണ് ഈ ഒരു തീർത്ഥാടകരെ മറുകരയിലെത്തിക്കുന്നത്. വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി വർഷത്തിലൊരിക്കൽ മാത്രമേ സന്ദർശകർക്ക് ഇവിടം പ്രവേശനമുള്ളൂ. വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുന്ന മക്കാം ഉറൂസ് അഥവാ ആണ്ട് നേർച്ച വളരെ പ്രശസ്തമാണ്. സൂഫി വര്യനായ ഹസ്രത്ത് സയ്യിദ് അബ്ദുൽ ബാരി എന്ന മഹാനവറുകളുടെ ഖബറിടമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായിയും ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കല്ലറയും നമുക്കിവിടെ കാണാം. بسم الله الرحمن الرحيم